ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. കാലത്ത് നിരപ്പോഴേ ചെറിയൊരു മഞ്ഞ് വെച്ചാ ജർമ്മനിയിൽ രാവിലെ തന്നെ മഞ്ഞ് പോണൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ കാലം ശേഷം എനിക്ക് മഞ്ഞുവീഴ്ച കിട്ടണം. അതായത് ലിത്വാനിയയിൽ കുറച്ചുകൂടി തണുപ്പുള്ള രാജ്യമുണ്ട്, മഞ്ഞുവീഴ്ച ഭയങ്കരമാണ്. പക്ഷേ ജർമ്മനിയിൽ അങ്ങനെ മഞ്ഞുവീഴ്ച ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കോബ്ലൻസ് ഏരിയയിൽ മഞ്ഞുവീഴ്ച കിട്ടില്ല ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഈ വർഷം യൂറോപ്പിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് മഞ്ഞുവീഴ്ചയാണ്. മഞ്ഞുവീഴ്ചയാണ്. നിങ്ങൾക്ക് കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ വീഡിയോ എടുത്തപ്പോൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ കണ്ടോ, കാർമിക്ക് നിറച്ച് മഞ്ഞാണ് ഈ കാണുന്നത്, കംപ്ലീറ്റ് മഞ്ഞാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ മരവിച്ച്, അയ്യോ കൈയൊക്കെ മരവിച്ച് ഉപ്പടളകിയിരിക്കുക. പിന്നെ ഞാൻ എന്തിനും വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് സത്യത്തിൽ. അയ്യോ പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടോ. മഞ്ഞ് നിങ്ങൾ വിചാരിക്കാൻ പറ്റില്ല, ഈ കാണുന്ന രസം മാത്രമല്ല മഞ്ഞ്. മഞ്ഞ് വീഴുമ്പോൾ ഭയങ്കര രസമാണ്. പക്ഷെ ഇത് വീണ് കഴിഞ്ഞിട്ടൊരവസ്ഥ ഉണ്ട്. അയ്യോ അയ്യോ വയ്യാണ്ടാവും മക്കളെ. ഇവിടെ ഇപ്പോൾ ഉണ്ടോ കംപ്ലീറ്റ്ലി കാലത്തൊരു മഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് എഫക്റ്റിന് കാണുന്ന മൊത്തം കിടക്കുന്ന മൊത്തം മഞ്ഞ. കാറുകളുമേയും ഒക്കെ കംപ്ലീറ്റ് ഇതാത് കാറുമേയും വീടിൻ്റെ മുകളിലും ഒക്കെ മഞ്ഞാണ്. പക്ഷെ അത് അത്രയ്ക്ക് എഫക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം ഇവിടുത്തെ മഞ്ഞുവീഴ്ച ചെറുതാണ്. പിന്നെ നിങ്ങൾ ക്ലൈമറ്റ് കണ്ടോ, ഇങ്ങനെ നിൽക്കുള്ള ക്ലൈമറ്റ്. അതായത് ഇനി സൂര്യൻ മിക്കത് ഇന്ന് വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. തോന്നുന്നു സൂര്യൻ എന്ന് പറഞ്ഞ ആളെന്ന് നമുക്ക് കാണാൻ കിട്ടുന്ന ചാൻസ് കുറവാണ്. കാലത്ത് മഞ്ഞ് വീണോ സൂര്യനെ കാണാൻ കിട്ടുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ലിത്വാനിയയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് തന്നെ ഞാൻ പറയണത്. പിന്നെ ഒരു കാര്യം വെച്ചാൽ മഞ്ഞ് വീഴുമ്പോൾ തണുപ്പ് കുറവായിരിക്കും. പക്ഷേ മഞ്ഞ് വീണ് കഴിഞ്ഞ് വൈകുന്നേരം, അതായത് പിറ്റേ ദിവസമാവില്ലേ, തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. പക്ഷേ ഇവിടെ അത് ഉണ്ടാവില്ല. കാരണം ഇവിടുത്തെ മഞ്ഞൊക്കെ ഇനിയിപ്പോൾ സൂര്യൻ അഥവാ സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് മഞ്ഞ് ഉരുകി പോകും. പക്ഷേ ലിത്വാനിയയിലൊന്നും അങ്ങനെയല്ല. ഒരു വട്ടം മഞ്ഞ് വീണെന്ന് പറഞ്ഞാൽ അതൊരു ഗംഭീര സ്നോഫോൾ ആയിരിക്കും. ലിത്വാനിയയിൽ കയറുന്ന സമയത്ത് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും പോവില്ല. അത് ഒരു 3 ദിവസം അവിടെ അങ്ങനെ കിടക്കും. അയ്യോ എനിക്ക് തണുത്തിട്ട് പോയി, എൻ്റെ കൈയൊക്കെ നല്ല മരവിച്ചു. വീട്ടിൽ കാണാൻ മാറില്ല കേട്ടോ. തണുപ്പെന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. പിന്നെ ഈ ക്യാമറ എടുത്ത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമേ എൻ്റെ കൈ പുറത്തോട്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ ഗ്ലൗ ഉണ്ട്. അയ്യോ എൻ്റെ ഗ്ലൗ അവിടെ പോയി. അയ്യോ ഗ്ലൗ ഉണ്ട് ദേ, ശരിക്കും എൻ്റെ ഗ്ലൗ ഉണ്ട്. പക്ഷേ ഇത് വിൻ്റർ ഗ്ലൗ അല്ല, ഇതല്ല വിൻ്റർ ഗ്ലൗ. ഇതൊന്നും രണ്ട് വലിയ കാര്യമില്ല. പിന്നെ ഞാനൊരു ഉറപ്പിന്, അതൊരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തതാണ്. വണ്ടികളുമൊക്കെ നിറച്ച് മഞ്ഞാണ്. ഈ വണ്ടികളുമ്പോൾ ഞാൻ തൊടാത്തതിൻ്റെ കാരണം വെച്ചാൽ അഥവാ ഇത് മലാറുണ്ടെങ്കിൽ എന്നെ പിടിച്ച് പോലീസ് കൊണ്ടുപോകും. പോലീസ് പിടിച്ചൊന്നും കൊണ്ടുപോയില്ല, വെറുതെ എന്തിനാണ് നമ്മൾ പണി വാങ്ങുന്നത്. അതിനേക്കാളും നല്ലതുപോലെ വഴിയിലെടുക്കണം, മഞ്ഞെടുത്ത് പറക്കുക. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നോക്കണമെന്ന് അറിയില്ല. ഇത് അവിടെ ഒരു വീട്ടിലൊരു അച്ചാച്ചൻ ജനലിനെ കൂടെ നോക്കുന്നുണ്ട്, ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. എന്താണ് സംസാരിച്ചോണ്ടിരുന്നത്? കാലത്ത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കാലത്ത് തന്നെ മഞ്ഞാണ് എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്നലെ രാത്രി സ്നോഫോൾ ഉണ്ടാവുന്നുണ്ടിരുന്നു, പക്ഷേ കാലത്തേക്ക് സ്നോഫോൾ ഞാൻ കണ്ടിരുന്നില്ല. അപ്പോൾ കാലത്ത് നേരെ പിന്നെ മഞ്ഞ്, പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ഡ്രസ്സ് മാറി ക്യാമറ എടുത്ത് ഇങ്ങോട്ട് ചാടി. ഇവിടേക്ക് എടുക്കണുണ്ടോ ഈ മഞ്ഞ് എടുക്കുന്നുണ്ട്. ഈ വളവിലൊക്കെ ഇവിടെയൊക്കെ വണ്ടി വന്നാൽ സൂപ്പറായിട്ട് സ്കിഡ് ആവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിത്വാനിയയിലെ പോലെ ഒന്നും കാര്യമായിട്ടുള്ള മഞ്ഞ് വെച്ച് ഇവിടെ ഇല്ല. ഇവിടെ സ്മോൾ മഞ്ഞ് വെച്ചത് കണ്ടു. അയ്യോ ഇത്രയേ ഉള്ളൂ മഞ്ഞ് വെച്ചാൽ. ലിത്വാനിയയിലൊക്കെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ, ലിത്വാനിയയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ കാലത്ത് എഴുന്നിട്ട് നമ്മുടെ കാറ് ക്ലീൻ ചെയ്യാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എടുക്കും. ഏറ്റവും കുറഞ്ഞെടുക്കും. അതായത് എൻ്റെ കൂട്ടുകാരൻ ലിത്വാനിയയിൽ ഞങ്ങൾ ഫുഡ് ഡെലിവറിക്ക് വരുന്നത്, ഞാൻ ലിത്വാനിയയിൽ സമയത്ത് ഫുഡ് ഡെലിവറിക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാറ് ക്ലീൻ ചെയ്യാൻ തന്നെ ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. അത്രയും ഉണ്ടാവും. ഭയങ്കരം തന്നെ. അയ്യോ മഞ്ഞ് വീഴുന്നത് കാണാനും അത് നോക്കിയിരുന്ന് ചായ കുടിക്കാനും മഞ്ഞ് വീഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് പറഞ്ഞുതരാം. ഒന്ന് വഴുക്കി വിടല്. അതായത് ഈ സാധനം മാത്രം ചളി വിളിന്ന് എടുക്കും. അതായത് നമ്മുടെ നാട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ചെളി വരില്ലേ, അതെന്നെ മഞ്ഞോടെ ചെളിയാവും ആ സംഭവം അവിടെ. പിന്നെ വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ തണുത്ത് ഫ്രീസാവും, ഐസാവും തോന്നും. കാണിച്ചു തരാം. കണ്ട ഇതൊക്കെ കുറേശ്ശെ ഐസാവാൻ തുടങ്ങി. ഫുള്ളായിട്ടില്ല ഐസ്. കണ്ട ഇവിടെ ഇങ്ങനെ പോയാൽ ഒറ്റ വഴുക്കല
നമ്മൾ നടക്കണോടത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും ചവിട്ടി കൊടുത്താൽ മതി, ആ വഴിക്ക് അങ്ങോട്ട് പൊക്കോളൂ. നടക്കുന്നത് വേണ്ട, ആ വഴിക്ക് നമ്മൾ അങ്ങോട്ട് പൊക്കോളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഭയങ്കര തണുപ്പായിരിക്കും. ഇപ്പം എൻ്റെ മൂക്കൊലിച്ചു തുടങ്ങി. ഇത് ജലദോഷമൊന്നുമല്ല, ഈ തണുപ്പിൻ്റെ എഫക്റ്റാണ്. ലിത്വാനിയായിരുന്നപ്പോഴും ഞങ്ങൾ ഫുഡ് ഡെലിവറിക്ക് പോകും. ഫുഡ് ഡെലിവറിക്ക് വരുന്നത് ഞാൻ ലിത്വാനിയായിരുന്ന സമയത്ത് ഫുഡ് ഡെലിവറിക്ക് പോകുന്ന സമയത്ത് ഇത് തീർന്നില്ലേ, ഞങ്ങൾ സോക്സൊക്കെ ഇടും, എന്നാലും കാലൊക്കെ മറ്റേ മരം പോലെ ഉണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ അതായത് ഒരു 4 മണിക്കൂർ നിൽക്കും തരും, ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും. കാരണം മഞ്ഞിൽ നടക്കണമല്ലോ. നടന്നാൽ നമ്മൾ ഉപ്പാടകം ചെയ്യും. മഞ്ഞിൽ നടന്ന് നമ്മുടെ കാല് ശരിക്കും മരവിച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ കാലമില്ലേ മഞ്ഞിൽ നടന്നിട്ട്. മറ്റേത് ലിത്വാനിയ സമയത്ത് എപ്പോഴും തന്നെയായിരുന്നു. എപ്പോഴും എന്ന് പറഞ്ഞാൽ മഞ്ഞ് വീഴുന്ന സമയത്ത് വിൻ്ററിൽ, അല്ലാണ്ട് സമ്മറിലോട്ട് തെങ്ങില്ല. സമ്മറിൽ അവിടെ ചൂട് തന്നെയാണ്, നമ്മുടെ നാട്ടിലെ പോലെ വലിയ സംഭവമൊന്നുമില്ല. ഈ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റ് പറയും വാഹന അപകടങ്ങൾ ഭയങ്കരമായിട്ട് കൂടും. ഞാൻ ഒറ്റ ദിവസം തന്നെ 2-3 അപകടങ്ങളുടെ ദിവസം, അതിന് കൂടുതൽ ദിവസങ്ങളുണ്ട്. ഭയങ്കരം തന്നെ. പിന്നെ ഞാനിത് തള്ളി മറിക്കുന്ന നിങ്ങൾ പറഞ്ഞാലോ വെച്ചിട്ടാണ് ഞാൻ മുന്നാണ്ടിരിക്കുന്നത്. അവിടെയുള്ളവർ, അതായത് മഞ്ഞ് വീഴുന്ന രാജ്യങ്ങളിൽ ചോദിച്ചാൽ മതി. റോട്ടിൽ അപകടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ്. ഇതെങ്ങനെ അറിയോ, മഞ്ഞ് വീഴുമ്പോൾ വണ്ടി ഓടിക്കാൻ എസ് അടിച്ച് പോകണ മാതിരിയാണ്. നമ്മൾ നേരെ പോകണതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് തെറ്റിയാൽ മതി, പിന്നെ എസ് അടിച്ച് പോകാം നമുക്ക്. ഇത് വെറുതെ തള്ളിയതൊന്നുമല്ല കേട്ടോ, എൻ്റെ റിയൽ അനുഭവത്തിലുള്ള കാര്യമാണ്. അതായത് ലിത്വാനിയ സമയത്ത് ഞങ്ങൾ ഇതുപോലെ ഫുഡ് ഡെലിവറിക്ക്, മഞ്ഞ് വീണ ദിവസം ഫുഡ് ഡെലിവറിക്ക് പോയിട്ട് അതായത് ഞങ്ങൾ ഫുഡ് ഡെലിവറിക്ക് ഇറങ്ങുമ്പോൾ അത്ര മഞ്ഞൊന്നും ആയിരുന്നില്ല. പെട്ടെന്ന് നല്ല മഞ്ഞ് വീണ് ഗംഭീര മഞ്ഞായി. ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കണ്ടല്ലോ, അവൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് വളഞ്ഞതാ. പിന്നെ ഞങ്ങൾ മറ്റേ റേസിങ്ങിൽ പോലും അതുപോലെ, അതായത് ബ്രേക്ക് ചവിട്ടി കിട്ടില്ല. നിങ്ങൾ വിചാരിക്കും എന്താ പറയുക മഞ്ഞിനെ കുറിച്ച് എടുത്തല്ല. അല്ല, ശരിക്കും ബ്രേക്ക് ചവിട്ടി കിട്ടില്ല മക്കളെ. ബ്രേക്ക് ചവിട്ടിയാലും കുറച്ച് ദൂരെ പോയിട്ട് വണ്ടി നിൽക്കുള്ളൂ. അതെ, ഇതേ വഴിക്കണ്. നമ്മുടെ നാട്ടിലെങ്ങനെയാണ് മഴ, നമ്മൾ വേനൽക്കാലത്ത് മഴ കാത്തിരിക്കുമ്പോൾ ഒരു മഴ വരും ഭയങ്കര സന്തോഷമാണ്. ഒരു 10 ദിവസം അടുപ്പിച്ച് മഴ വീട്ടാൽ നമ്മൾ പ്രാവാൻ തുടങ്ങും. അത് തന്നെയാണ് മഞ്ഞും. 10 ദിവസം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തോന്നില്ല, നമ്മൾ എഴുന്നേക്കാൻ പോലും തോന്നില്ല. മഞ്ഞ് പെയ്യുമ്പോൾ കണ്ട ഒരു അടിപൊളി കാഴ്ച നമുക്ക് കാണിച്ചു തരാം. അതായത് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും ഒരു ടെന്നീസ് കോർട്ടൊക്കെയാണ്. നോക്കൂ, ഇത് ടെന്നീസ് കോർട്ടാണ്. ഈ കാണുന്ന വെള്ളം മൊത്തം കാലത്ത് മഞ്ഞ് വേണമെന്നാണ്. അതാ നോക്കൂ, കംപ്ലീറ്റ് മഞ്ഞ് വീണെടുക്കണുണ്ടോ. ഇനി ഫുട്ബോൾ ഗ്രൗണ്ട് കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി മഞ്ഞ് വീണെടുക്കണുണ്ടോ. കംപ്ലീറ്റ് മഞ്ഞ് വീണെടുക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് ഭയങ്കര കട്ടിക്കുള്ള സ്നോഫോളൊന്നുമില്ല, ഒരു ആവറേജ് ഒരു സ്നോഫോൾ, ഒരു നോർമൽ സ്നോഫോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മഞ്ഞ് വീഴ്ച എഫക്റ്റ്. ഇനി ഞാനിവിടെ പറഞ്ഞിരുന്നാൽ ചിലപ്പോൾ നാളോട്ട് വീഡിയോ ഇടാൻ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മഞ്ഞ് വിശേഷങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും അവിടെ നിർത്താണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി കേട്ടോ.